ഹായ് ഫ്രണ്ട്സ്, കഴിഞ്ഞ 2022 നമ്മൾ ഹ്യൂജ് മാർക്കറ്റ് വോളറ്റിലിറ്റിയാണ് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്തല്ലേ. വലിയ വലിയ കമ്പനികൾ താഴെ പോകുന്നുണ്ട്, വലിയ വലിയ സെക്ടേഴ്സ് താഴെ പോകുന്നുണ്ട്. നമ്മൾ ഡിഫെൻസീവ് എന്ന് വിചാരിച്ച ഐ.ടിയും ഫാമയും ഒക്കെ ഹ്യൂജ്ലി കറക്റ്റ് നമ്മൾ കണ്ടു. ഇത്രയും മാർക്കറ്റ് വോളറ്റിലായിട്ട് പോലും സ്ട്രോങ് ആയിട്ട് നിന്ന ഏതാനും ചില ചെറിയ കമ്പനീസിൻ്റെ ഒരു ഡീറ്റെയിലാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. ശ്രദ്ധിക്കണം, ഈ കമ്പനികളുടെ വാല്യുവേഷൻ ഇന്നും ഞാൻ നിങ്ങളോട് സംസാരിക്കുന്ന സമയത്തും അണ്ടർ വാല്യൂഡ്. സ്ട്രോങ് ഫണ്ടാണ് ശരിക്കും. സ്ട്രോങ് ഫണ്ടാ പ്ലസ് അണ്ടർ വാല്യൂഡ് കമ്പനി, അതാണ് അവസ്ഥ. ഈ വീഡിയോ ഒരു റെക്കമെൻഡേഷൻ വീഡിയോയേ അല്ല. പാസ്റ്റ് പെർഫോമൻസ് ഒരു ഫ്യൂച്ചർ പെർഫോമൻസിനെ ഒരു കാരണവശാലും ഗ്യാരണ്ടി ചെയ്യുന്നില്ല ശരിക്കും. അങ്ങനെയാണെങ്കിൽ 2021 ഏറ്റവും പെർഫോം ചെയ്ത ഐ.ടി ഇൻഡസ്ട്രി കഴിഞ്ഞ പോലെ അതിനേക്കാളും ബെറ്ററായിട്ട് പെർഫോം ചെയ്യണമല്ലോ, ശരിയല്ലേ? 2021 10.5% ആയിരുന്നു ഗ്രോത്ത് റേറ്റ് ഐ.ടി ഇൻഡസ്ട്രിയുടെ. അത് കഴിഞ്ഞ കൊല്ലം 0.8 മാറി ശരിക്കും, 10.5 to 0.8. സോ ദിസ് വീഡിയോ ഈസ് ആബ്സലൂട്ട്ലി നോട്ട് എ റെക്കമെൻഡേഷൻ. ഈ വീഡിയോ നിങ്ങൾക്കൊരു ഷെയറിംഗ് ആണ്. ഇത്രയും ബുദ്ധിമുട്ടുകൾ മാർക്കറ്റിൽ സംഭവിച്ചിട്ട് പോലും ഇത്രയും കോസ്റ്റ് എസ്കലേഷനിൽ, റോ മെറ്റീരിയൽ കോസ്റ്റ് എസ്കലേഷനും ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് എസ്കലേഷനും ഒക്കെ വന്നിട്ട് പോലും സ്ട്രോങ് ആയിട്ട് പിടിച്ചിരുന്ന ഏതാനും കമ്പനികളുണ്ട്. എല്ലാ കമ്പനിയും ഞാൻ ഡിസ്കസ് ചെയ്യുന്നില്ല. ഞാൻ പേഴ്സണലി ഫോളോ ചെയ്ത ഒരു 6 കമ്പനിയാണ് നിങ്ങളോട് പറയുന്നത്. ഇതിൻ്റെ അകത്ത് തന്നെ ചില കമ്പനികൾ Q2 റിസൾട്ട് വന്നപ്പോൾ വളരെ മോശമായിട്ട് താഴെ പോയി. അതിനെല്ലാം ഞാൻ മാറ്റിയിട്ടുണ്ട്. ബെസ്റ്റ് പെർഫോമൻസ് എന്ന ജസ്റ്റ് 6 കമ്പനീസാണ്. ഇൻട്രസ്റ്റ് കൂടുമ്പോൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ബാങ്ക്സും ഫിനാൻഷ്യൽ അതർ ഇൻസ്റ്റിറ്റ്യൂഷൻസും അതുപോലെ തന്നെ ഇൻഷുറൻസ് കമ്പനിയാണ്. കാര്യം അവരുടെ പ്രോഫിറ്റ്സ് നോർമലി കൂടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഫസ്റ്റ് കമ്പനി വെച്ചാൽ കർണാടക ബാങ്കാണ്. ആ ഇൻഡസ്ട്രിയുടെ വാല്യുവേഷൻ വന്നിട്ട് സംതിങ് അറൗണ്ട് 17-18 ആണ്. സ്റ്റോക്കിൻ്റെ വാല്യുവേഷൻ ഇന്നും ആഫ്റ്റർ സൂപ്പർബ് റിസൾട്ട് ബിലോ 6 ആണ്. 3 വാല്യുവേഷൻ വന്നിരിക്കുന്നത് ശരിക്കും. അപ്പോൾ എന്തുമാത്രം ഡിഫറൻസ് ആണ് വാല്യുവേഷനിൽ വന്നിരിക്കുന്നുള്ളത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. രണ്ടാമത്തെ കാര്യം, 2021 2022 പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് നിങ്ങളെടുത്താൽ ഇറ്റ് ഹാസ് ഗിവൻ ബ്യൂട്ടിഫുൾ പെർഫോമൻസ് ആക്ച്വലി ആനുവലി. ഈ കൊല്ലം ട്രെയിലിംഗ് 12 months TTM എന്ന് പറയുന്നത് കഴിഞ്ഞ കൊല്ലത്തിനേക്കാളും ഓൾറെഡി കയറി കഴിഞ്ഞു ശരിക്കും. TTM എന്ന് പറയുന്നത് ലാസ്റ്റ് 4 ക്വാർട്ടറിൻ്റെ ടോട്ടലാണ്. ദാറ്റ് മീൻസ് നമ്മളിപ്പോൾ Q4 നിൽക്കുന്നു. അപ്പോൾ Q3 റിസൾട്ട് വരാൻ പോകുന്നേ ഉള്ളൂ. അപ്പോൾ Q2 + Q1 + കഴിഞ്ഞ ക്വാർട്ടറിലെ Q4 + Q3 ആണ് വന്നിരിക്കുന്നത് ശരിക്കും. അപ്പോൾ കറണ്ട് ട്രെയിലിംഗ് 12 months എന്ന് പറയുന്നത് ലേറ്റസ്റ്റ് Q2 + ലേറ്റസ്റ്റ് Q1 + കഴിഞ്ഞ കൊല്ലത്തെ Q4 + കഴിഞ്ഞ കൊല്ലത്തെ Q3 ആണ് ശരിക്കും. അവത്തിൽ തന്നെ ഓൾറെഡി 2022 ഫിഗറിനെക്കാളും സൂപ്പർബായിട്ട് ക്രോസ് ചെയ്തു. രസം എന്നാണ് വെച്ചാൽ ബുക്ക് വാല്യൂ 224 ആണ്. കറണ്ട് പ്രൈസ്, ഇന്നത്തെ പ്രൈസ് 154 ആണ്. ഇൻട്രിൻസിക് വാല്യൂവിനെക്കാളും താഴെയാണ് കറണ്ട് പ്രൈസ്. ഇൻട്രിൻസിക് വാല്യൂ എന്ന് വെച്ചാൽ ഫ്യൂച്ചർ ക്യാഷ് ഫ്ലോയുടെ ബേസിൽ ഉള്ളൊരു അസസ്മെൻ്റ് ആണ്, ഒരു വാല്യുവേഷനാണ്. ഇൻട്രിൻസിക് വാല്യൂ 217 ആണ്. ഇന്നത്തെ ക്ലോസിംഗ് 154 ആണ്. ഇൻട്രിൻസിക് വാല്യൂക്കാളും താഴെയാണ്, ബുക്ക് വാല്യൂക്കാളും താഴെയാണ്. കഴിഞ്ഞ TTM ട്രെയിലിംഗ് 12 months പിയാനിലെടുത്താൽ സൂപ്പർബായിട്ട് പെർഫോം ചെയ്ത സ്റ്റോക്കാണ്. കഴിഞ്ഞ 4 ക്വാർട്ടർ 5 ക്വാർട്ടർ പെർഫോമൻസ് എടുത്താൽ, നെറ്റ് പ്രോഫിറ്റ് അല്ലെങ്കിൽ EPS എടുത്താൽ ഇറ്റ്സ് അമേസിങ് ആണ് ശരിക്കും. ഇതേ പെർഫോമൻസ് 2021 ചെയ്യാൻ സാധിക്കുമെന്ന് വെച്ചാൽ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ സാധിക്കത്തില്ല. Q3 റിസൾട്ട് വരുന്നു. റിസൾട്ടിൽ എങ്ങനെയാണ് പെർഫോം ചെയ്യുന്നുള്ളത് നമുക്ക് വി കനോട്ട് പ്രെഡിക്റ്റ്. റിസൾട്ട് വരുമ്പോൾ അതിൻ്റെ ബേസിൽ നമുക്ക് സംസാരിക്കാവുന്നേ ഉള്ളൂ. ഒന്നിലും മുൻവിധികളില്ല ശരിക്കും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇതൊരു റെക്കമെൻഡേഷൻ വീഡിയോ അല്ല, ഇതൊരു ലേണിംഗ് വീഡിയോ ആണ്. ഇത്രയും പെർഫോം ചെയ്തിട്ട് ധാരാളമായിട്ട് താഴ്പോയ കമ്പനികളെ ഞാൻ കണ്ടിട്ടുണ്ട്. Eqtfx ഈ കഴിഞ്ഞ 3-4 ക്വാർട്ടറിൽ ബെസ്റ്റ് പെർഫോം ചെയ്ത കമ്പനിയാണ് Eqtfx. കഴിഞ്ഞ സെപ്റ്റംബർ ക്വാർട്ടർ റിസൾട്ട് Q2 റിസൾട്ട് മോശമായി ഹ്യൂജ്ലി കറക്റ്റ് ചെയ്തു. സോ അതുകൊണ്ട് എന്താ പറയുന്നത്, പാസ്റ്റ് പെർഫോമൻസ് നെവർ ഗ്യാരണ്ടി ഫോർ ഫ്യൂച്ചർ പെർഫോമൻസ് ആക്ച്വലി. റിസൾട്ട് വരുമ്പോൾ എങ്ങനെ ചെയ്യുന്നുള്ളത് ആ സമയത്തുള്ള റിസൾട്ടിൻ്റെ ബേസിൽ മാത്രമേ നമുക്ക് വിലയിരുത്താൻ സാധിക്കത്തുള്ളൂ. അടുത്ത കമ്പനി ആന്ധ്ര പേപ്പർ. നമ്മൾ ശ്രദ്ധിക്കണം, മെയിൻ ഇൻഡസ്ട്രീസിൽ നമ്മൾ ഫോളോ ചെയ്യുമ്പം ഭയങ്കരമായിട്ട് പെർഫോം ചെയ്ത കുറേ കൊച്ചു ഇൻഡസ്ട്രീസും നമ്മുടെ ഈ ഡൈവേഴ്സിഫൈഡ് ആയിട്ടുള്ള മാർക്കറ്റിലുണ്ട്. അങ്ങനത്തെ ചെറിയൊരു ഇൻഡസ്ട്രിയാണ് പേപ്പർ എന്ന് പറഞ്ഞത്. നമുക്കറിയാം, ഈ സ്കൂളും കോളേജും ഒക്കെ കൊറോണ ടൈമിൽ അടച്ചു കിടന്ന സമയത്ത് പേപ്പർ ഇൻഡസ്ട്രി തന്നെ വലിയ പ്രഷറിലായിരുന്നു. പക്ഷേ അവർ കംപ്ലീറ്റ് ആയിട്ട് ബെസ്റ്റായിട്ട് തിരിച്ചു വന്നു. ആന്ധ്ര പേപ്പർ എന്ന് പറയുന്ന ഇൻഡസ്ട്രിയുടെ വാല്യുവേഷൻ 19 ആണ്. കമ്പനിയുടെ വാല്യുവേഷൻ ബിലോ 6 ആണ്. 3 times ആണ് വാല്യുവേഷനുള്ള വ്യത്യാസം. ഇൻട്രിൻസിക് വാല്യൂ 838 ആണ്. സ്റ്റോക്കിൻ്റെ വാല്യൂ നേരെ പകുതിയായിട്ട്. ബുക്ക് വാല്യൂ 317 ആണ്. സ്റ്റോക്കിൻ്റെ വാല്യൂമായിട്ട് ബുക്ക് വാല്യൂ വലിയ വ്യത്യാസം വന്നിട്ടില്ല. പിയാൻ ലക്കുൽ എടുത്താൽ 2021 പിയാൻ ലക്കുലെ നെറ്റ് പ്രോഫിറ്റ് 61 കോടി ഉണ്ടായിരുന്നുള്ളൂ. അത് 224 കോടിയിലേക്ക് മാറി. ഇക്കൊല്ലം മോർ ദാൻ 400 crores ആയി കഴിഞ്ഞു ട്രെയിലിംഗ് 12 months എന്ന് പറയുന്നത്. ആൻഡ് അമേസിങ് ക്യാഷ് ഫ്ലോ. കഴിഞ്ഞ 6 മാസത്തെ, കഴിഞ്ഞ കൊല്ലത്തെ 6 മാസത്തെ ക്യാഷ് ഫ്ലോ വേഴ്സസ് ഈ കഴിഞ്ഞ 6 മാസത്തെ ക്യാഷ് ഫ്ലോ മീൻസ് 3 times ആണ് കൂടിയത്. 217 നിന്നും 515 സ്റ്റോക്ക്
കഴിഞ്ഞ കൊല്ലം കൊടുത്ത ബെസ്റ്റ് ഫിഗർ. കഴിഞ്ഞ ഓഗസ്റ്റിലാണ് 515 കിട്ടിയത്. ജനുവരി 1 217 ഉണ്ടായിരുന്നുള്ളൂ. നമ്മൾ നേരത്തെ പറഞ്ഞ കർണാടക ബാങ്ക് അതുപോലെ തന്നെ 62 രൂപ 90 എന്നാണ് ജനുവരി 3 തീയതി 62 രൂപ 90 കർണാടക ബാങ്ക് 168 രൂപ 50 ഹിറ്റ് ചെയ്തു ഈ കഴിഞ്ഞ ഡിസംബറിൽ. സി ദി റിട്ടേൺ. മൂന്നാമത്തെ കമ്പനി വെസ്റ്റ് കോസ്റ്റ് പേപ്പർ. 235 രൂപയായിരുന്നു ജനുവരി 3 തീയതി. അത് 663 രൂപ ഹിറ്റ് ചെയ്തു ഈ കഴിഞ്ഞ കൊല്ലം. 3 times ആണ് സ്റ്റോക്ക് എടുത്ത് റിട്ടേൺ. ക്യാഷ് ഫ്ലോ കാണിക്കുന്നത് കഴിഞ്ഞ കഴിഞ്ഞ കൊല്ലത്തെ 6 മാസത്തെ ക്യാഷ് ഫ്ലോ എന്ന് വെച്ചാൽ 13.5 ആണ്. ഈ കൊല്ലത്തെ 6 മാസത്തെ ക്യാഷ് ഫ്ലോ മീൻസ് മോർ ദാൻ 33 crores ആണ്. സ്റ്റോക്ക് ഇപ്പോഴും അണ്ടർ വാല്യുവേഷനാണ്. 19.1 ആണ് ഇൻഡസ്ട്രിയുടെ വാല്യുവേഷൻ. സ്റ്റോക്കിൻ്റെ വാല്യുവേഷൻ ബിലോ 6 ആണ്. എക്സലൻ്റ് ROC, എക്സലൻ്റ് ROE, ബെസ്റ്റ് ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ, ബെസ്റ്റ് പെർഫോമൻസ്. ആ ഇൻഡസ്ട്രിയുടെ ബൂസ്റ്റാണ് കാണിക്കുന്നത്. അടുത്ത കമ്പനി, മൂന്നാമത്തെ കമ്പനി പേപ്പർ ഇൻഡസ്ട്രിയിലെ ആൻഡ് ബിഗസ്റ്റ് ഇൻ ദി പേപ്പർ ഇൻഡസ്ട്രി, ജെകെ പേപ്പർ. 206 നിന്നും 453 രൂപയാണ് കഴിഞ്ഞ കൊല്ലത്തെ ഡിഫറൻസ്. 206 രൂപ ജനുവരി 3 തീയതി ആയിരുന്നു. 453 രൂപ ഈ ഡിസംബറിൽ ഹിറ്റ് ചെയ്തു. എത്ര % റിട്ടേൺ കൊടുത്തു കഴിഞ്ഞ കൊല്ലം? ക്യാഷ് ഫ്ലോ കഴിഞ്ഞ കൊല്ലം 6 മാസം ഫസ്റ്റ് 6 months ക്യാഷ് ഫ്ലോ 70 ലക്ഷം രൂപയായിരുന്നു. ഈ കൊല്ലത്തെ ആദ്യത്തെ 6 മാസത്തെ ക്യാഷ് ഫ്ലോ മോർ ദാൻ 8 CR ആണ്. 10 times 12 times ആണ് ക്യാഷ് ഫ്ലോ വ്യത്യാസം വന്നിരിക്കുന്നത്. ആൻഡ് ബെസ്റ്റ് പെർഫോമൻസ്, കണ്ടിന്യൂസ് ക്വാർട്ടറായിട്ട് കണ്ടിന്യൂസ്ലി ഡൂയിങ് ദി ബെസ്റ്റ് പെർഫോമൻസ്. 2021 563 കോടിയാണ് P&L അക്കൗണ്ടിൽ കാണിച്ച പ്രോഫിറ്റ്. കഴിഞ്ഞ കൊല്ലം ജസ്റ്റ് ബിലോ 1000 crores, ഓൾമോസ്റ്റ് ഡബിൾ ചെയ്തു. ഇക്കൊല്ലത്തിൽ ട്രെയിലിംഗ് 12 months എന്ന് പറയുന്നത് 1550 കോടി ആയി കഴിഞ്ഞു. അടുത്ത കമ്പനി ഗുജറാത്ത് തെമിസ് ആണ്. മെയിൻലി ഫോക്കസ്ഡ് ഇൻ ഫാമ ആൻഡ് കെമിക്കൽ. ശരിക്കും 1150 കോടിക്ക് താഴെയുള്ള മാർക്കറ്റ് ക്യാപ്പ്. ഇൻഡസ്ട്രി PE 24.6 ആണ്. സ്റ്റോക്കിൻ്റെ PE ലെസ് ദാൻ 22 ആണ്. അണ്ടർ വാല്യൂ സ്റ്റോക്കാണ് ഇപ്പോഴും വിത്ത് ബെസ്റ്റ് പെർഫോമൻസ്. ROCയും ROEയും മോർ ദാൻ 50% ആണ്. ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ എന്ന് പറയുന്നത് 0.01, നെഗ്ലിജിബിൾ ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ ആണ്. P&L അക്കൗണ്ടിൽ 40 കോടി 58 കോടി. സോഫാർ TTM 70 crores വിത്ത് എക്സലൻറ്റ് മാർജിൻ എക്സ്പാൻഷൻ ആൻഡ് സ്റ്റേബിൾ പെർഫോമൻസ്. ഈ കഴിഞ്ഞ 2 ക്വാർട്ടറിൽ കറൻറ്റ് ഫിനാൻഷ്യൽ ഇയറിൽ ഇറ്റ് ഹാസ് ഗിവൻ സ്റ്റേബിൾ. സ്റ്റോക്ക് കൊടുത്ത റിട്ടേൺ 500 രൂപയിൽ നിന്നും കഴിഞ്ഞ ജനുവരി 3 2022 500 രൂപയായിരുന്നു. സ്റ്റോക്ക് 921 രൂപ ഹിറ്റ് ചെയ്തു കഴിഞ്ഞ ഡിസംബർ. ലാസ്റ്റ് കമ്പനി ശ്രീറാം പിസ്റ്റൺസ്. ശ്രീറാം പിസ്റ്റൺസിനെ കുറിച്ച് കമ്പനിയെക്കുറിച്ച് പറയാനാണെങ്കിൽ അവരുടെ ക്ലൈൻറ്റിനെ നോക്കിയാൽ മതി. മാരുതി, എമാൻഡം, ഹോണ്ട, ബജാജ്, ഹീറോ മോട്ടോഴ്സ്, TVS, എസ്കോട്ട്സ്, യമഹ, TAFE, ഡീറി എന്ന് പറയുന്നത് വൺ ഓഫ് ദി വേൾഡ്സ് ബിഗ്ഗസ്റ്റ് അഗ്രികൾച്ചർ ബേസ്ഡ് കമ്പനിയാണ്. അഗ്രോ എക്യുപ്മെൻറ്റ് കമ്പനിയാണ്. അവരുടെ ഇന്ത്യൻ വെർഷൻ ഉണ്ട്. ഡീറി സപ്ലൈ ചെയ്യുന്ന ശ്രീറാം പിസ്റ്റൺസ് ആണ്. കിർലോസ്കർ ഓയിൽ എഞ്ചിൻസ് ശ്രീറാം പിസ്റ്റണാണ് സപ്ലൈ ചെയ്യുന്നത്. ദേ ആർ ഫോക്കസ്ഡ് ഇൻ മാനുഫാക്ചറിങ് ആൻഡ് മാർക്കറ്റിംഗ് ഓഫ് പിസ്റ്റൺസ്, വേരിയസ് ടൈപ്പ് ഓഫ് പിസ്റ്റൺസ്. ചെറിയ കമ്പനിയാണ്. 3000 കോടിക്ക് താഴെയുള്ളൂ മാർക്കറ്റ് ക്യാപ്പ്. ഇൻഡസ്ട്രി PE 25 ആണ്. സ്റ്റോക്കിൻ്റെ PE നേർപകുതിയുള്ളൂ, 12.4 ഉള്ളൂ. സോഫർ വിത്ത് സച്ച് പെർഫോമൻസ് സ്റ്റിൽ സ്റ്റോക്ക് PE എന്ന് പറയുന്നത് 50% ഉള്ള ഇൻഡസ്ട്രി PE ആയിട്ട് നോക്കാം. ഇൻട്രിൻസിക് വാല്യൂ എന്ന് പറയുന്നത് 1512 ആണ്. സ്റ്റോക്കിൻ്റെ പൈസ അതിനേക്കാളും താഴെയാണ്. സ്റ്റോക്കിൻ്റെ ഇന്നത്തെ ക്ലോസിംഗ് 1209 ആണ്. സ്റ്റിൽ റണ്ണിങ് ലെസ് ദാൻ ദി ഇൻട്രിൻസിക്. ബുക്ക് വാല്യൂ 625 ആണ്. ബുക്ക് വാല്യൂൻ്റെ 2x ഉള്ളൂ സ്റ്റോക്കിൻ്റെ പ്രൈസ്. P&L അക്കൗണ്ട് നോക്കിയാൽ 216, 300 ആൻഡ് TTM 366 ഓൾറെഡി ക്രോസ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞ കൊല്ലത്തെ ഫിയറിനെ കാട്ടിൽ. ആൻഡ് സ്റ്റേബിൾ ക്വാർട്ടർ പെർഫോമൻസ് ഫോർ ദി ലാസ്റ്റ് 4-5 quarters. ഇറ്റ്സ് ഡൂയിങ് ഫാന്റാസ്റ്റിക്, വെരി സ്റ്റേബിൾ ആണ്. ഇത്രയും ടഫായിട്ട് കണ്ടീഷൻ പോലും ഈ കമ്പനികളൊക്കെ ആ സാഹചര്യമായിട്ട് ഫൈറ്റ് ചെയ്ത്, ഇൻക്രീസ് റോ മെറ്റീരിയൽ കോസ്റ്റുമായിട്ട് ഫൈറ്റ് ചെയ്ത്, ഇൻക്രീസ് ട്രാൻസ്പോർട്ടേഷൻ എക്സ്പെൻസുമായിട്ട് ഫൈറ്റ് ചെയ്ത്, ലോ കൺസ്യൂമർ ഡിമാൻഡുമായിട്ട് ഫൈറ്റ് ചെയ്തിട്ട് പോലും ബെസ്റ്റ് പെർഫോമൻസ് കൊടുക്കാൻ സാധിച്ചെന്ന് പറയുന്നത് അഭിമാനകരമായിട്ടുള്ള സംഗതിയാണ്. ഞാൻ ആദ്യം പറഞ്ഞ പോയിന്റിലെത്തുന്നു. ദിസ് ഇസ് നോട്ട് എ റെക്കമെൻഡേഷൻ വീഡിയോ, ജസ്റ്റ് ഒരു ഇൻഫർമേഷൻ വീഡിയോ മാത്രമാണ്. അടുത്ത ക്വാർട്ടർ പെർഫോമൻസിലെ Q3 പെർഫോമൻസ് ഇപ്പം അടുത്ത് തന്നെ വരും. അവത്തിലൊക്കെ ഈ കമ്പനികൾ എങ്ങനെ പെർഫോം ചെയ്യുന്ന നോക്കാനായിട്ട് ഐ എം വെരി മച്ച് ഇൻട്രസ്റ്റഡ്. സൈനിങ് ഓഫ്.